നിങ്ങളൊരു സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഈ ഒരു എറർ മെസ്സേജ് വരുന്ന കംപ്ലൈന്റ് ഒട്ടുമിക്ക സാംസങ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു കംപ്ലൈന്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതുപോലെ എറർ മെസ്സേജ് വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാർജറിൻ്റെ കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അതായത് മറ്റൊരു ചാർജറിൻ്റെ കേബിൾ ഇതിൽ കുത്തി നോക്കുക, അല്ലെങ്കിൽ മറ്റൊരു ചാർജറിൽ കുത്തി നോക്കുക. എന്നിട്ടും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം അത് ഫോണിൻ്റെ ബോർഡിലെ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ അഴിച്ചപ്പം അകത്ത് വാട്ടർ ഡാമേജ് ആണ് കണ്ടത്. അത് കാരണം നമുക്ക് മനസ്സിലായി അത് വെള്ളം വന്ന കാരണമാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നതെന്ന്. ഇതല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ പോയാൽ കാണാൻ പറ്റും. ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താഴെ പ്ലേ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. അതൊന്ന് എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചില കംപ്ലൈൻറ്റുകളും അതിൻ്റെ ടിപ്സുകളും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്ന വീഡിയോസ് വേറെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളെപ്പോഴും ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് ഫോൺ റെഡിയാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് അതുപോലെ ടെക്നീഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളത് മറച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കെന്തായാലും മനസ്സിലാകും അതെന്താ സംഭവം എന്നുള്ളത്. അഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അത് നമ്മൾ പറയാൻ വിട്ടുപോയാൽ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് സമയമെടുക്കും. അങ്ങനെയാണ് ലേറ്റ് ആവുന്നതൊക്കെ. അപ്പം ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കസ്റ്റമർ വെള്ളത്തിലൊന്നും വീണിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്താണ് വെള്ളം കണ്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് അഴിച്ചു നോക്കിയാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് ചാർജിലിട്ടപ്പം സംഭവം വർക്കിംഗ് ആയിട്ടുണ്ട്. ചാർജർ പ്രോപ്പറായിട്ട് കയറുന്നുണ്ട്. ഈ സെയിം കംപ്ലൈൻറ്റ് തന്നെ വേറൊരു മെത്തേഡിൽ ക്ലിയർ ആക്കുന്ന വീഡിയോ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചാനലിൽ പോയിട്ടൊന്ന് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.